അപ്പം നമുക്ക് അമിഗുരുമി പഠിക്കാനുള്ള മെറ്റീരിയൽസ് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇതുപോലെ മീഡിയം സൈസിലുള്ള ത്രെഡാണ് വേണ്ടത്. പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഷോപ്പിൽ ഇതുപോലെ 20 രൂപയുടെ ത്രെഡൊക്കെ കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു കിറ്റ്, ഒരു പാക്കായിട്ടായിരുന്നു. ഒരു 290 രൂപ എന്തോ ആയിട്ടുള്ളൂ. ഹുക്കും എല്ലാ സാധനങ്ങളും അതിനകത്ത് കിട്ടും. പിന്നെ വേണ്ടത് ഇതുപോലെ 2 ഹുക്കാണ്. ഇത് 3mm ഹുക്കാണ്. പിന്നെ ഇത് 4mm ആണ്. ഹുക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ മേളിലുള്ള ഭാഗം നല്ല സ്മൂത്തായിട്ട് ഉള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നൂല് കുരുങ്ങുകയൊക്കെ ചെയ്യും. ചെറിയ ഹുക്ക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചെറിയ ചെയിനും, വലിയ ഹുക്ക് വെച്ചാണ് നമ്മൾ അമിഗുരുമി ചെയ്യണമെങ്കിൽ വലിയ ചെയിനും കിട്ടും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ പല കളറിലുള്ള സ്റ്റിച്ച് മാർക്കർ ഒരു 2-3 എണ്ണം വേണം. ഇതെന്തിനാണെന്ന് പിന്നെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും പറയാം. ഇനി വേണ്ടത് ഐസാണ്. ടോയ്സിനൊക്കെ വെക്കുന്ന കണ്ണില്ലേ, അത് വേണം. 2-3 എണ്ണം മതി. പിന്നെ വേണ്ടത് ഇതുപോലെ 2-3 പ്ലാസ്റ്റിക് നീഡിലാണ്. ഇത് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ത്രെഡിൻ്റെ ലാസ്റ്റ് ഭാഗം ഹൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ വേണ്ടത് ഒരു കത്രികയാണ്. ചെറിയ കത്രിക മതി. എൻ്റെ കയ്യിൽ ചെറിയ കത്രിക ഇല്ലാത്തത് കൊണ്ട് ഞാനിത് വലിയ കത്രിക എടുത്തു, നൂല് കട്ട് ചെയ്യാനാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പോളി ഫൈബർ, നമ്മുടെ തലയിണയുടെ അകത്തൊക്കെ വെക്കുന്ന പോലത്തെ സാധനം. ഇത് നമുക്ക് ടോയ്സൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നോട്ട്ബുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനൊക്കെ ഓരോ സിമ്പിൾസ് ഉണ്ട്, അതൊക്കെ എഴുതി വെക്കാനായിട്ട് ചെറിയൊരു നോട്ട് ബുക്ക് വേണം. ഇത്രയും സാധനങ്ങളാണ് അമിഗുരുമി പഠിക്കാനായിട്ട് ഒരു ബിഗിനറിന് വേണ്ടത്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചായ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് ബാക്കി സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നൂലിൻ്റെ അറ്റം ഇതുപോലെ ക്രോസ് ചെയ്ത് വയ്ക്കാം. ഇനി ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റൗണ്ടിനെ വലിയ നൂലിൻ്റെ മേലേക്ക് ഇതുപോലെ മറിച്ചിടാം. എന്നിട്ട് ആ നടുക്കുള്ള നൂല് ഇടത് കൈ കൊണ്ട് പിച്ചി എടുത്തിട്ട് ചെറിയ നൂലിനെ വലിച്ചു കൊടുക്കാം. ഇപ്പോൾ കിട്ടിയ നോട്ടാണ് സ്ലിപ്പ് നോട്ട്. ഈ നോട്ട് ചെയ്യാൻ 1-2 വിധം കാണിച്ചു തരുന്നുണ്ട്. ഇതിലൂടെ ഹുക്ക് കടത്തിയിട്ടാണ് നമ്മൾ ഇനിയുള്ള സ്റ്റിച്ചുകൾ ചെയ്യുന്നത്. ഈ കെട്ട് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി വേറൊരു രീതിയിൽ കൂടെ സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നൂലിനെ വളച്ച് ഇടത് കൈയിൽ പിടിക്കുക. യാണിൻ്റെ ക്രോസ് ചെയ്ത ഭാഗം തള്ളവിരലിനും മോതിരവിരലിനും ഇടയിൽ വരണം. നീട്ടമുള്ള യാൺ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലായി ഒരുപാട് ടൈറ്റ് ആകാതെ വലിച്ചു പിടിക്കണം. എന്നിട്ട് നീഡിൽ റൗണ്ടിലുള്ള ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ കടത്തി ഇടത് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് യാണിനെ ചുറ്റി പുറത്തേക്ക് എടുക്കണം. ഇപ്പം നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ നീളമുള്ള നൂലിൽ പിടിച്ച് വലിക്കുമ്പോൾ അതവിടെ ടൈറ്റായിട്ടിരിക്കുവേ. ഈ ത്രെഡിൻ്റെ ഈ നീളമുള്ള നൂലിനെയാണ് വർക്കിംഗ് യാണെന്ന് പറയുന്നത്. ഈ ചെറിയ യാണിനെ നമ്മൾ ടെയിലെന്നും പറയും. അപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തു തുടങ്ങാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നേരത്തെ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോഴത്തേക്കും കൈ പിടിച്ച പോലെ തന്നെ പിടിക്കണം. സ്ലിപ്പ് നോട്ട് അധികം ടൈറ്റ് ആവാനും ലൂസ് ആവാനും പാടില്ല. ആ കെട്ടിൻ്റെ അവിടെ നമ്മൾ നേരത്തെ കൈ പിടിച്ചതുപോലെ തന്നെ തള്ളവിരലും മോതിരവിരലും കൊണ്ട് പിടിച്ചിട്ട് വലിയ നീളമുള്ള യാണില്ലേ, അത് നമ്മുടെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയ്ക്ക് ഒത്തിരി ടൈറ്റ് അല്ല, എന്നാലും ഒരുവിധം ഒന്ന് വലിച്ചു പിടിക്കണം. ആ കെട്ടിൻ്റെ അവിടെ വേണം നമ്മൾ പിടിക്കാനായിട്ട്. ശേഷം നീഡിൽ നൂലിൻ്റെ മേളിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് നൂലിനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് നമ്മുടെ സൈഡിലോട്ടൊന്ന് തിരിക്കണം. അതിന് യാൺ ഓവർ എന്ന് പറയും. തിരിച്ചിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടില്ലേ അതിനകത്തുകൂടി പുറത്തോട്ടെടുക്കണം. ഇപ്പോൾ ഒരു നോട്ട് അവിടെ കിട്ടി. ഇതുപോലെ ഇനിയും ചെയ്തെടുക്കണം. ഇടത് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് യാണിനെ ചുറ്റി നമ്മുടെ സൈഡിലോട്ട് തിരിച്ചു. അതിനുശേഷം ആ ലൂപ്പിൽ കൂടെ പുറത്തോട്ട് എടുക്കണം.
വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇതൊരു 1-2 മീറ്ററൊക്കെ വരെ ഇങ്ങനെ ചെയ്ത് പഠിക്കണം. ഇനി ഞാനിത് കുറച്ച് ചെയ്തിട്ട് കാണിക്കാവേ. ഇപ്പം ഞാനിത് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എൻഡ് ചെയ്ത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ കുറച്ച് ഭാഗം നിർത്തിയിട്ട് ബാക്കി വെട്ടി മാറ്റണം. അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഈ യാണിനെ ഹുക്ക് കൊളുത്തിയിട്ട് വലിച്ച് പുറത്തോട്ടെടുക്കണം. യാൺ ഫുള്ളായിട്ട് വലിച്ച് പുറത്തോട്ടെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. ഇപ്പം നമുക്കിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.